ഹലോ, ഗുഡ് മോർണിംഗ്. നാട്ടിലൊക്കെ മഴയും പ്രശ്നങ്ങളൊക്കെയാണെന്ന് അറിയാം. നിങ്ങളെല്ലാവരും സേഫായിട്ട് ഇരിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും സേഫായിട്ട് ഇരിക്കാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പതിവ് പോലെ ഇന്നും ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോയാലോ. ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ അപ്പവും അതേപോലെ തന്നെ കിഴങ്ങ് കറിയാണ്, ഉരുളക്കിഴങ്ങ് കറിയാണ്. അപ്പോൾ കിഴങ്ങ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചു. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്തു. ഇനി ഇതൊന്ന് നന്നായിട്ട് മൂത്ത് വന്ന ശേഷം വേണം നമുക്ക് ഇതിനകത്തേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ എളുപ്പത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു 1 പോട്ട് കറി പോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കിഴങ്ങ് കറിയാണ് കേട്ടോ. ജിഞ്ചർ ഗാർലിക് പേസ്റ്റിന് പകരം ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞതോ അല്ലെങ്കിൽ ചതച്ചതോ ഒക്കെ ചേർക്കാം കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ചേർത്തത് നമ്മുടെ പച്ചമുളകാണ്. നമ്മൾ ഈ ഒരു കറിയിലേക്ക് മുളക് പൊടി ചേർക്കുന്നേ ഇല്ല. അപ്പോൾ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് വേണം ചേർക്കാനായിട്ട്. അതിന് ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുത്തു. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് സവാള ഒന്ന് വാടി തുടങ്ങിയപ്പോൾ തന്നെ ഞാനതിലേക്ക് അരിഞ്ഞു വെച്ച ഉരുളക്കിഴങ്ങിൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുത്തു. നമ്മൾ സെപ്പറേറ്റ് ഉരുളക്കിഴങ്ങ് വേവിക്കുകയല്ല, ഈ ഒരു സവാളയുടെ ഒപ്പം കിടന്ന് നമ്മുടെ ഉരുളക്കിഴങ്ങ് വെന്ത് കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കിനി സമയമൊന്നുമില്ല ഉരുളക്കിഴങ്ങ് വേകുന്നവരെ വെയിറ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നമ്മുടെ കുക്കറിൽ വേവിച്ചെടുക്കാം കേട്ടോ. പക്ഷേ ഇങ്ങനെ വേവിക്കുമ്പോൾ കിഴങ്ങ് കറിക്കൊരു പ്രത്യേക ടേസ്റ്റുണ്ട്. അപ്പോൾ ഒന്ന് വാടി വന്ന് കഴിയുമ്പോൾ തന്നെ നമുക്ക് പൊടികൾ ചേർക്കാം. കാരണം നമ്മളിത് തേങ്ങാപ്പാലിൽ കിടന്ന് ഈ കിഴങ്ങ് വേവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരുപാടങ്ങ് ഉരുളക്കിഴങ്ങ് വേവുന്നതിന് മുമ്പ് തന്നെ നമുക്ക് മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ മല്ലിപ്പൊടിയും പിന്നെ കുറച്ച് ചിക്കൻ മസാലയോ അല്ലെങ്കിൽ മീറ്റ് മസാലയോ, ഞാനിവിടെ ചിക്കൻ മസാലയാണ് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് അങ്ങ് ഇളക്കി യോജിപ്പിച്ച് പൊടിയുടെ പച്ചമണം മാറിക്കഴിയുമ്പോൾ അതിലേക്ക് തേങ്ങയുടെ 2ാം പാല് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ക്യാനിൽ കിട്ടുന്ന പാലാണ് എടുത്തത്. അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് 2ാം പാലിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിലാക്കുകയാണ് ചെയ്തത്. ഇത് അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് മൂടി വെച്ച് നന്നായിട്ടങ്ങ് തിളപ്പിക്കുകയാണ്. അപ്പോൾ ആ ഒരു തേങ്ങാപ്പാലിൽ കിടന്ന് അതേപോലെ പൊടികളുടെ ഉള്ളിൽ കിടന്ന് കിഴങ്ങ് വേവുമ്പോൾ ആ ഉരുളക്കിഴങ്ങിൻ്റെ ഉള്ളിലേക്ക് ടേസ്റ്റ് എല്ലാം പിടിക്കും. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പം നമ്മുടെ അപ്പത്തിൻ്റെ മാവ് നന്നായിട്ട് പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെന്തിനാണ് ഞാൻ ഓവൻ്റെ ഉള്ളിൽ വെച്ചതെന്ന് പുറത്ത് ജീവിക്കുന്നവരോടൊക്കെ മനസ്സിലാവും. കാരണം ഇവിടെ തണുപ്പൊക്കെ തുടങ്ങിയപ്പം നമ്മുടെ റൂമിൻ്റെ ടെമ്പറേച്ചറൊക്കെ ഭയങ്കര താഴ്ന്നായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ഏറ്റവും സേഫായിട്ട് നമുക്ക് ഈ അപ്പമൊക്കെ പൊളിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലം ഇതേപോലത്തെ ഓവൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഞങ്ങൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ. എങ്ങനെയാണ് ഇപ്പോൾ പുറം രാജ്യങ്ങളിലുള്ളവർക്ക് അല്ലെങ്കിൽ തണുപ്പുള്ള സ്ഥലങ്ങളിലുള്ളവർക്കൊക്കെ പെട്ടെന്ന് അപ്പത്തിൻ്റെ മാവും ദോശമാവൊക്കെ നന്നായിട്ട് പുളിപ്പിച്ചെടുക്കുന്നതെന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ എന്തായാലും നമ്മുടെ അപ്പത്തിൻ്റെ മാവ് നന്നായിട്ടങ്ങ് പുളിച്ച് പൊന്തി വന്നിട്ടുണ്ട്. വെള്ളയപ്പം അല്ലെങ്കിൽ നമ്മുടെ സാധാ അപ്പം, അതാണ് കേട്ടോ ആ അപ്പത്തിൻ്റെ മാവാണ്. അപ്പോൾ അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാനടുപ്പത്ത് വെച്ചു. ചൂടായി വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ മാവ് ഒഴിച്ചു കൊടുത്തു. അതേപോലെ ഈ ഒരു അപ്പത്തിൻ്റെ മാവിൻ്റെ പക്ക റെസിപ്പി നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ റെസിപ്പി ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ആ റെസിപ്പി വേണ്ടവർക്ക് ഞാൻ അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ. അപ്പം ഞാൻ ഈ അപ്പത്തിൻ്റെ മാവ് പുളിച്ച് വന്നത് അന്ന് തന്നെ ചുട്ടത് കൊണ്ട് അത്രയും നമ്മുടെ സാധാരണ അപ്പത്തിൽ വരുന്ന അത്രയും തുളകൾ വന്നിട്ടില്ല. പിറ്റേ ദിവസം ആകുമ്പോഴാണ് കുറച്ചുകൂടെ നന്നായിട്ട് നിറയെ തുളകളുള്ള നമ്മുടെ അപ്പാവുന്നത്. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ 2ാം പാലൊക്കെ തിളച്ച് ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്ത് വന്നപ്പോൾ ഞാൻ 1ാം പാൽ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഉപ്പും ചേർത്ത് നിർത്തുകയാണ്. വേണമെങ്കിൽ കുറച്ച് ഗരം മസാല വേണമെങ്കിൽ ഈ സമയത്ത് ചേർക്കാം കേട്ടോ, അതിൻ്റെ ഫ്ലേവറൊക്കെ ഇഷ്ടമുള്ളവർക്ക്. അപ്പോൾ നല്ലൊരു ചിക്കൻ കറിയുടെ ടേസ്റ്റിൽ കിട്ടും. ചിക്കൻ ഇല്ലാന്നേ ഉള്ളൂ. ഈ സമയം കൊണ്ട് നമ്മുടെ അപ്പം എല്ലാം റെഡിയായി കഴിഞ്ഞപ്പോൾ ഈസി ആയിട്ട് പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയായി. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലത്തെ നമ്മുടെ അപ്പവും ഈ ഒരു കിഴങ്ങ് കറി നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പവും കിഴങ്ങ് കറിയുടെ കോമ്പിനേഷൻ കഴിക്കാത്തവർ വളരെ ചുരുക്കമായിരിക്കും. ഇനി അഥവാ നിങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും. നമ്മുടെ ചിക്കൻ സ്റ്റൂവും അതേപോലെ അപ്പമൊക്കെ ഒരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല റെസ്പോൺസ് തന്നിട്ടുണ്ട്. ഇനി ഒരു കിഴങ്ങ് കറി കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പോൾ ഊണൊക്കെ കഴിഞ്ഞ് ടി വിയിൽ സിനിമ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പറക്കം തളിക സിനിമയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഊണിന് നമ്മുടെ കല്ലുമ്മക്കായ കക്കയിറച്ചിയാണ്.
ഊണിലുള്ള പ്രധാനപ്പെട്ട ഐറ്റം. അപ്പം നമ്മുടെ ലാസ്റ്റ് വീഡിയോ കണ്ടവർ ഓർക്കുന്നുണ്ടായിരിക്കും, നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ ഈ കക്കയിറച്ചി വാങ്ങിച്ചത് അന്ന് ഞാൻ പറഞ്ഞിട്ടായിരുന്നു അടുത്തൊരു വീഡിയോയിൽ കാണിച്ചു തരാമെന്ന്. അപ്പോൾ ഓൾറെഡി ക്ലീൻ ചെയ്തൊക്കെ വന്ന ഫ്രോസൺ കക്കയിറച്ചിയാണ്. എന്നാലും ഞാൻ ഒന്ന് കഴുകിയപ്പോൾ കണ്ട വേസ്റ്റൊക്കെ ഒന്ന് കളഞ്ഞ് ഒന്നുകൊണ്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ മുളക് പൊടി. അപ്പം മുളക് പൊടി ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ ഞാനിവിടെ എടുത്തത്. ഞാൻ കൂടുതലും കാശ്മീരി ചില്ലി പൗഡറാണ് കറികൾക്ക് ഉപയോഗിക്കാറ്. പിന്നെ ഒരല്പം മാത്രം മല്ലിപ്പൊടി, 1 ടീസ്പൂണിൽ താഴെ മാത്രമാണ് കേട്ടോ നമ്മൾ മല്ലിപ്പൊടി ചേർക്കുന്നുള്ളൂ. പിന്നെ അതിലേക്ക് നമ്മൾ കുരുമുളക് പൊടി, പിന്നെ ചേർത്തത് പെരിഞ്ജീരകം വറുത്ത് പൊടിച്ചതാണ്. അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് അതങ്ങ് തിരുമ്മി പിടിപ്പിക്കുകയാണ്. ഇത്രയാണ് ഇതിലേക്ക് ഉപയോഗിച്ച് നമ്മുടെ മസാല എന്ന് പറയുന്നത്. ഇതെല്ലാം കൂടെ നന്നായിട്ട് തിരുമ്മി പിടിപ്പിച്ച ശേഷം ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്ത് വയ്ക്കാം. കാരണം അതിലേക്കൊക്കെ ഒന്ന് പിടിക്കട്ടെ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് തോരൻ ആവശ്യമുള്ള ഞാൻ ക്യാരറ്റ് അവിടെ അരിയുന്നുണ്ട്, അതേപോലെ തന്നെ അരി അടപ്പത്തിടുന്നുണ്ട്. എല്ലാം ഇങ്ങനെ എന്താ പറയുക ഒരേ സമയം ഇവിടെ നടക്കുന്നുണ്ട്. കാരണം നമുക്ക് ലഞ്ചിന് ആവശ്യമുള്ള കറികളൊക്കെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ 2-3 കാര്യങ്ങളൊക്കെ ഒരേ സമയം നടന്നാൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് ലഞ്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ക്യാരറ്റ് ഞാൻ അരിഞ്ഞെടുക്കുന്നത് ഈ ചോപ്പറിലാണ്, അതാണ് ഏറ്റവും എളുപ്പം. എനിക്കൊന്നാമത് അരിയാൻ സ്പീഡ് കുറവുള്ള ആളാണ്. അപ്പോൾ ക്യാരറ്റൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് അരിഞ്ഞെടുക്കാൻ എളുപ്പം അതാണ്. പിന്നെ വെളുത്ത സവാളയാണ് ഞാൻ അരിഞ്ഞിട്ടത്. പിന്നെ പച്ചമുളക്, കറിവേപ്പില, അതേപോലെ തന്നെ തേങ്ങ, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇത്രയും കൂടെ നമ്മളൊരു ബൗളിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടങ്ങ് ഇളക്കി യോജിപ്പിക്കുകയാണ്. അപ്പോൾ ഇതിനു മുമ്പ് ഇതിൻ്റെ റെസിപ്പി അല്ലെങ്കിൽ വീഡിയോ ഒക്കെ പലതവണ കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഫ്രിഡ്ജിലാകെ ക്യാരറ്റ് മാത്രമേ ഇരിപ്പുള്ളൂ. അപ്പോൾ വേഗം അതുകൊണ്ടൊരു തോരൻ ഉണ്ടാക്കിയേക്കാമെന്ന് കരുതി. അപ്പോൾ അതവിടെ മിക്സ് ചെയ്ത് മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കല്ലുമ്മക്കായ ഒന്ന് ഞാൻ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും അതേപോലെ തന്നെ കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നമ്മുടെ കല്ലുമ്മക്കായ ഇട്ട് നന്നായിട്ടൊന്ന് എന്താ പറയുക വറുത്തെടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഡീപ്പ് ഫ്രൈ അല്ല, കുറച്ച് എണ്ണയിലിട്ട് ഇങ്ങനെ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. എണ്ണയൊക്കെ വറ്റി നമ്മുടെ കല്ലുമ്മക്കായ നന്നായിട്ട് വറുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കിനി അതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് നമ്മൾ ഇതേ പാനിൽ തന്നെയാണ് ഈ ഒരു കക്കയിറച്ചി അതിൻ്റെ ഒരു റോസ്റ്റ് അല്ലെങ്കിൽ ഒരു പെരട്ട് ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്നത്. ഇതേ പാൻ തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു, കാരണം ആദ്യം ഒഴിച്ച വെളിച്ചെണ്ണ അങ്ങ് വറ്റിപ്പോയല്ലോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം കുറച്ച് പെരിഞ്ജീരകം ഇടുന്നുണ്ട്, അതിലേക്ക് കറിവേപ്പില, പിന്നെ നമ്മുടെ സവാള. ഞാനിവിടെ 2 മീഡിയം സവാള അരിഞ്ഞതും പിന്നെ ഒരു 10 ചെറിയുള്ളിയും കൂടെ അരിഞ്ഞതുകൊണ്ട് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടങ്ങ് ഇളക്കി യോജിപ്പിക്കണം. അതേപോലെ തന്നെ ഇതിലേക്ക് ഒരു 3 പച്ചമുളക് കൂടി ഞാൻ അരിഞ്ഞ് ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ പച്ചമുളകില്ല മറ്റേ മുളക് പൊടിയുടെ എരിവ് മാത്രം മതി എന്നുണ്ടെങ്കിൽ അത് ചേർത്താലും മതി. പക്ഷേ പച്ചമുളകിനും ചേർക്കുമ്പോഴാണ് ആ ഒരു പെരട്ടിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇനി സവാളയൊക്കെ ഒന്ന് വാടി വരുന്ന സമയം കൊണ്ട് നമുക്ക് തോരന് ആവശ്യമായിട്ടുള്ള പാത്രം അടുപ്പത്ത് വയ്ക്കാം. പാൻ അടുപ്പത്ത് വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് താളിച്ചു. അതിലേക്ക് നമ്മൾ ഓൾറെഡി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും സവാളയും തേങ്ങയും എല്ലാം കൂടിയുള്ള ആ ഒരു മിക്സ് നമ്മുടെ പാനിലേക്ക് ഇടുക, നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക, മൂടി വെച്ച് വേവിക്കുക. ഇനി അതവിടെ ഇരുന്ന് വേവട്ടെ. അപ്പോൾ ആ സമയത്ത് നമ്മൾ സവാള ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്, ചിലപ്പോൾ അടി പിടിക്കും. നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് പെട്ടെന്നൊന്നും അടി പിടിക്കത്തില്ല. ആ സമയം കൊണ്ട് നമ്മുടെ അരി വെന്തിട്ടുണ്ടായിരുന്നു. പാർബോയിൽഡ് റൈസാണ്, ഒരു 10-20 അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ താഴെ മതി വെന്ത് കിട്ടാനായിട്ടേ. അപ്പോൾ സവാള ഒന്ന് വാടി വന്നപ്പോൾ അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ഇത്രയാണ് ചേർത്തത്. ഇത് ചേർത്ത് നന്നായിട്ടങ്ങ് ഇളക്കി യോജിപ്പിക്കുകയാണ്. അപ്പോൾ പൊടികളുടെ പച്ചമണം മാറിയ ശേഷം അതിലേക്ക് ഞാൻ 2 ചെറിയ തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 ചെറിയ തക്കാളിക്ക് പകരം വലിയ തക്കാളിയാണെങ്കിൽ ഒരെണ്ണം ചേർത്താൽ മതി കേട്ടോ. അതും കൂടെ അരിഞ്ഞ് ചേർത്ത ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഇനി നമ്മുടെ തക്കാളി ഒന്ന് വഴണ്ട് വരണം, അതുവരെ നമുക്ക് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ ഈ സമയത്ത് തോരനൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അടി പിടിക്കാൻ നോക്കണ്ടേ. ഈ തോരൻ ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ്, നമ്മൾ ഓൾറെഡി എല്ലാം മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതല്ലേ. അപ്പോൾ ഞാൻ കുറച്ച് നമ്മുടെ ചതച്ച മുളക് കൂടെ ചേർത്ത് കൊടുത്തു. തോരൻ അതാണ് കൂടുതൽ ടേസ്റ്റ്. അതും കൂടെ ചേർത്ത് മൂടി വെച്ച് വേവിച്ച ശേഷം നമുക്ക് പയ്യെ ഒരു മോര് കാച്ചിയതും കൂടെ ഉണ്ടാക്കാം. കാരണം നമ്മുടെ ഈ കക്കയിറച്ചി ഒരു പെരട്ട് പോലെയും പിന്നെ തോരനും അല്ലേ, അപ്പോൾ കുറച്ചൊരു ചാറുകറികൾ ഉണ്ടെങ്കിലല്ലേ നമുക്ക് ഊണൊരു എന്താ പറയുക കുശാലാവത്തുള്ളൂ.
അപ്പോൾ പാൻ അടുപ്പത്ത് വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു, കടുകും ഉലുവയും വറ്റൽമുളകും ഇഞ്ചിൻ്റെ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് ഇളക്കി യോജിപ്പിച്ചു. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്തു. അപ്പോൾ ഈ മോര് കാച്ചുന്നതിൻ്റെ വീഡിയോയും നമ്മൾ പല പ്രാവശ്യം കാണിച്ചിട്ടുള്ളതാണ്, എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. എങ്കിലും പുതിയതായിട്ട് ഈ വീഡിയോ കാണുന്നവർക്ക് ഒന്ന് പരിചയപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് പച്ചമുളക്, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ചെറിയുള്ളി, ഇത്രയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അതൊന്ന് വാടി വരുമ്പോഴേക്കും നമുക്കിവിടെ ഒന്ന് ഇളക്കി കൊടുക്കാം, അല്ലെങ്കിൽ ഇത് അടിക്ക് പിടിക്കും. അപ്പോൾ അതാ നമ്മുടെ ഉള്ളിയും തക്കാളിയൊക്കെ ഏകദേശം ഒരു 3/4 വെന്ത് വന്നു തുടങ്ങി, കുറച്ചുകൂടെ വേവാനുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ കുറച്ച് ഉലുവ പൊടി കൂടെ ചേർക്കുന്നുണ്ട്. ഉലുവ വറുത്ത് പൊടിച്ചതാണ്, ആ പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് മൂടി വെച്ച് ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ ചെറിയുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇങ്ങനെ 3-4 അടുപ്പുള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ കറികൾ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇനി നമ്മൾ അതിൻ്റെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ് മോര് കാച്ചാൻ വേണ്ടിയിട്ട്. ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മോര് കറിയാണ്. ഞങ്ങളിവിടെ എന്താ പറയുക, തട്ടിക്കൂട്ട് കറികൾ ഉണ്ടാക്കുമ്പോൾ മെയിനായിട്ട് ഉള്ള ഒന്നാണ് മോര് കറി. ഭയങ്കര ടേസ്റ്റുമാണ് കേട്ടോ, തേങ്ങ ഒന്ന് അരച്ച് ചേർക്കാതെ തന്നെ നല്ല ടേസ്റ്റിൽ കഴിക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ അതിലേക്ക് വെള്ളമൊന്നും ചേർക്കാതെ കട്ട ഉടച്ച തൈര് ചേർത്ത് നന്നായിട്ട് അങ്ങ് ഇളക്കി യോജിപ്പിച്ചിട്ട് തീ ഓഫ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്താൽ മതി. മോര് കാച്ചത് റെഡി ആയി കഴിഞ്ഞു. എളുപ്പമല്ലേ? പ്രത്യേകിച്ച് ബാച്ചിലേഴ്സിനൊക്കെ ഇട്ടിപ്പിട്ടിന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നു. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്, ആദ്യമേ നമ്മൾ നമ്മുടെ കല്ലുമ്മക്കായ അല്ലെങ്കിൽ നമ്മുടെ കക്കയിറച്ചി ഒന്ന് ഷാലോ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ, അതിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആ മൂടി വെച്ച് ഷാലോ ഫ്രൈ ചെയ്തപ്പോൾ തന്നെ നമ്മുടെ കക്കയിറച്ചി ഒരു 90% വെന്തിട്ടുണ്ടായിരുന്നു. ഇനി ഇത് ഫ്രഷായിട്ട് കടലിൽ നിന്ന് പിടിച്ചെടുക്കുന്ന കക്കയിറച്ചിയുടെ വേവ് ഇതാണോ എന്ന് എനിക്കറിയത്തില്ല. ഇവിടെ കിട്ടുന്ന ഈ ഒരു ഫ്രോസൺ കക്കയിറച്ചിയുടെ വേവ് ഇത് തന്നെയായിരുന്നു. എനിക്കിനി കൂടുതൽ കുക്കറിലിട്ടൊന്നും വേവിക്കേണ്ട വന്നില്ല. ഞാൻ നാട്ടിൽ കക്കയിറച്ചി വാങ്ങിച്ച് ഉണ്ടാക്കിയിട്ടില്ല, അതുകൊണ്ട് എനിക്കതിൻ്റെ വേവ് അറിയത്തില്ല. ഇവിടെ കിട്ടുന്ന ഫ്രോസൺ കക്കയിറച്ചിക്ക് ഇത്രയും മാത്രമേ വേവുള്ളൂ. മൂടി വെച്ച് നമ്മളൊന്ന് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് വേവിന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനി നാട്ടിൽ കക്കയിറച്ചി കുക്കറിലൊക്കെ വേവിക്കുന്ന വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതൊന്നുകൂടെ ഒന്ന് നോക്കിയിട്ട് മതി കേട്ടോ, നാട്ടിലുള്ളവർ ഈ ഒരു എന്താ പറയുക, ഈ ഒരു റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ പറഞ്ഞു തരുന്നതുകൊണ്ട് നമ്മുടെ കറികളെല്ലാം റെഡിയായി കഴിഞ്ഞു. നല്ല കക്കയിറച്ചി പെരട്ട് അല്ലെങ്കിൽ റോസ്റ്റും നമ്മുടെ ക്യാരറ്റ് തോരനും മോരുകറിയൊക്കെ ആയിട്ട് കുശാലായിട്ടുള്ളൊരു ഊണ് റെഡിയായി കഴിഞ്ഞു. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കക്കയിറച്ചി റോസ്റ്റിന്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഇഷ്ടമാവാതിരിക്കത്തില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി ഞാനൊരു പിടി പിടിക്കട്ടെ. നിങ്ങൾക്ക് കൊതിയാവുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ നിങ്ങൾക്കൊക്കെ കക്കയിറച്ചിയൊക്കെ പെട്ടെന്ന് അവൈലബിൾ ആയിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തീരപ്രദേശത്തിനോട് അടുത്ത് കിടക്കുന്നവർക്ക് കക്കയിറച്ചി വളരെ സുലഭമായി കിട്ടുന്നതല്ലേ. അപ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കട്ടോ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ ഊണൊക്കെ കഴിഞ്ഞ് 1 മണിക്കൂറൊക്കെ റെസ്റ്റ് എടുത്ത ശേഷം പയ്യെ ബാൽക്കണിയിലേക്ക് ഇറങ്ങി. അപ്പോൾ ഈ ഒരു ബാൽക്കണിക്ക് 1 മാസമായിട്ടോ ഞാൻ വന്നിട്ട്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം തണുപ്പ് തുടങ്ങി. പിന്നെ നമ്മൾ ട്രിപ്പൊക്കെ പോയപ്പോഴേക്കും നമ്മുടെ ചെടികളൊക്കെ കരിഞ്ഞു തുടങ്ങി. പിന്നെ കൂടുതലും സീസണൽ ചെടികളായിരുന്നു ഞങ്ങൾ നട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സീസൺ കഴിയുമ്പോൾ അതെല്ലാം കരിഞ്ഞു പോകും. ആകെ ഈ 2-3 മുളകും ക്യാപ്സിക്കും മാത്രമേ ഇപ്പോഴും നന്നായിട്ട് നിൽക്കുന്നുള്ളൂ. പിന്നെ ഒരു വള്ളിച്ചെടി കയറ്റി വിട്ടിട്ടുണ്ടായിരുന്നു, അത് നിൽക്കുന്നുണ്ട്. ബാക്കിയെല്ലാം തന്നെ ഉണങ്ങി കരിഞ്ഞു പോയിട്ടുണ്ട്. ഉണങ്ങി കരിഞ്ഞു പോയില്ല, ആ ഒരു സീസൺ കഴിയുമ്പോൾ അത് തന്നെ നശിച്ചു പോകുന്നതാണ്. അപ്പോൾ ഇനി ഈ ഒരു ബാൽക്കണി ഒന്ന് വൃത്തിയാക്കി എടുക്കണം. കാരണം ഇനി കുറച്ചുകൂടെ കഴിയുമ്പോൾ നല്ല തണുപ്പായി കഴിഞ്ഞാൽ പുറത്തിറങ്ങി വന്ന് ഇതേപോലെ ക്ലീൻ ചെയ്യാനൊന്നും നമുക്ക് പറ്റത്തില്ല. അപ്പോൾ ഇപ്പം തന്നെ അതെല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി മാറ്റി വെച്ചാൽ അടുത്ത സീസൺ ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമുണ്ട്. അപ്പോൾ ആദ്യമേ തന്നെ ഈ വെള്ള ചട്ടിയിലെ ചെടികളൊക്കെ മാറ്റുകയാണ്. അത് ഞാൻ ആദ്യം കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്, പക്ഷെ പിടിച്ചപ്പോൾ അത് ചോടോടുകൂടി അങ്ങ് പോരുന്നുണ്ട്. അപ്പോൾ അതങ്ങ് വേസ്റ്റ് ബിന്നിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ നമ്മൾ മണ്ണോടുകൂടി തന്നെയാണ് മാറ്റുന്നത്. നമ്മൾ കഴിഞ്ഞ കൊല്ലമൊക്കെ എന്ന് വെച്ചാൽ ചെടി അങ്ങ് പറിച്ചത് മണ്ണ് അവിടെ സൂക്ഷിക്കുക അടുത്ത പ്രാവശ്യത്തേക്ക് വേണ്ടിയിട്ട്. പക്ഷേ ഇത്തവണ ഞാൻ മണ്ണോടുകൂടി കളയാനുള്ള കാരണം എന്താണെന്നുള്ളത് ഒരു 3-4 ആഴ്ച കഴിഞ്ഞിട്ട് ഞങ്ങളുടെ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അത് മനസ്സിലാവാൻ ചാൻസ് ഉണ്ട്. ഇപ്പം അതൊരു സർപ്രൈസായിട്ട് ഇരിക്കട്ടെ. കുറച്ച് സർപ്രൈസുകളൊക്കെ ഇനി അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ ചിലപ്പോൾ അതൊക്കെ ആ സർപ്രൈസൊക്കെ അറിയാതെ പോകും കേട്ടോ. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, അതേപോലെ തന്നെ ബെല്ലൈക്കണൊക്കെ പ്രസ് ചെയ്ത് വെച്ചേരെ.
അപ്പോൾ ഞാൻ എന്തായാലും ഇതിൻ്റെ അകത്തുള്ള വേസ്റ്റ് എല്ലാം തന്നെ, അതായത് ചീത്തയായി പോയ എല്ലാ ചെടികളും മാറ്റുകയാണ്, ഒന്നും തന്നെ ബാക്കി വയ്ക്കുന്നില്ല. ആ മുളക് മാത്രം അവിടെ നിർത്തുകയാണ്, കാരണം അത് മാത്രമേ ഇപ്പോൾ പൊടിച്ച് നിൽക്കുന്നുള്ളൂ. എന്നിട്ട് ഒരറ്റത്തു നിന്നൊക്കെ തുടങ്ങുകയാണെന്ന് ഈ മണ്ണ് ഇടയ്ക്ക് നല്ല മഴ പെയ്തു, കുറേ ദിവസങ്ങൾ നല്ല അടുപ്പിച്ച് മഴയായിരുന്നു, ആഴ്ചകളോളം മഴയായിരുന്നു. അപ്പോൾ ആ മഴയത്തൊക്കെ ഈ മണ്ണൊക്കെ താഴോട്ടിറങ്ങി അവിടെ മൊത്തം മണ്ണും ചെളിയും പൊടിയും അതേപോലെ തന്നെ ഈ ഇലകളൊക്കെ കഴിഞ്ഞിട്ടൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ ഒതുക്കി നീക്കി എല്ലാ വേസ്റ്റും അവിടെ നിന്ന് മാറ്റി. ഇച്ചിരി മെനക്കേടുണ്ടായിരുന്നു, പക്ഷേ വിചാരിച്ച അത്ര ബുദ്ധിമുട്ടുണ്ടായില്ല കേട്ടോ. ഈ മണ്ണും ചെടിയൊക്കെ നമ്മൾ കവറിലാക്കി താഴെ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്നിടത്ത് കൊണ്ടുവന്ന് വെച്ചാൽ മതി, അവരത് കറക്റ്റായിട്ട് ഡിസ്പോസ് ചെയ്തോളും. പക്ഷേ ആ മണ്ണും ചെടിയൊക്കെ ഇടുന്നതിൻ്റെ കൂടെ വേറെ പ്ലാസ്റ്റിക്കോ പേപ്പറോ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇടാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ബാൽക്കണി ഞാൻ വീണ്ടും വൃത്തിയാക്കിയിരിക്കുകയാണ്. അപ്പോൾ മിക്ക ചട്ടികളിലെ മണ്ണൊക്കെ എടുത്ത് കളഞ്ഞു, കുറച്ച് മാത്രമേ കളയാത്തേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ബാൽക്കണി ക്ലീനായി. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. ഞങ്ങളുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മാത്രമല്ല നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ, എങ്കിലല്ലേ ഞങ്ങളുടെ വീഡിയോസൊക്കെ കൂടുതലായിട്ട് നന്നാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ നമുക്ക് പിന്നീട് കാണാം. ബൈ.